ഗേസ് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഗേസ് ആരാ വിളിച്ചത്. ഇത് ആരാണ് ഗേസ്? എന്തായാലും നമുക്ക് കോൾ എടുത്ത് നോക്കിയതായിരുന്നു. ഹലോ, ഇതാരാണ്? അതെ ഫാലിൻ, നിങ്ങളുടെ ഷിൻജാനും പിഞ്ചനും ലക്കി മഴയത്ത് ഏതൊക്കെ കെട്ടിടങ്ങളിൽ കുടുങ്ങി കിടക്കുവാണ്. നീ പെട്ടെന്ന് പോയി രക്ഷിച്ചില്ലെങ്കിൽ അവരുടെ ജീവൻ അതിനകത്ത് ഭീഷണിയാകും. എൻ്റെ പൊന്നു ഗേസ്, വീണ്ടും ഈ ഷിൻജാനും പിഞ്ചനും അപകടത്തിൽ പോയി പെട്ടല്ലോ ഗേസ്. എന്തായാലും ഗേസ് വെളിയിൽ നല്ല ഇടിയും മഴയൊക്കെയാണ് ഗേസ്. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം വെളിയിലോട്ട്. ഗേസ് പുറത്ത് നല്ല മഴയാണ് ഗേസ്. വീടിൻ്റെ വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ് ഗേസ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഷിൻജാനും പിഞ്ചനും അതിൻ്റെ ഇടയ്ക്ക് തന്നെ എവിടെയെങ്കിലും ഇറങ്ങി പോയല്ലോ ഗേസ്. എന്തായാലും നമുക്ക് വെളിയിറങ്ങി പോയി ഷിൻജാനും പിഞ്ചാനും തപ്പാം ഗേസ്. അല്ലെങ്കിൽ അവരും ചത്തു പോകും ഗേസ്. എന്തായാലും ഈ ഒരു മഴയത്ത് കിടന്ന് ഗേസ് അവരെ രക്ഷിക്കാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടാകുന്ന നോക്കാം ഗേസ്. എന്തായാലും ഗേസ് നമുക്ക് മണ്ടേ കയറിയിട്ട് മഴയുടെ ശക്തി എത്രത്തോളമാണെന്ന് നോക്കാം ഗേസ്. നമുക്ക് ഈ ട്രക്ക് എടുത്ത് അവരെ രക്ഷിക്കാൻ പോയാലോ ഗേസ്. താഴെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് ഗേസ്. അതെടുക്കാൻ പറ്റുമോ നോക്കാം. പക്ഷേ അത് വെള്ളത്തിൽ മുങ്ങിയെന്നാണ് ഗേസ് തോന്നുന്നത്. എന്തായാലും ഗേസ് നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം ഗേസ് എങ്ങനെയായാലും നമുക്ക് ഇനി അവരെ രക്ഷിക്കണം ഗേസ്. കടലിൻ്റെ ഒരു ശക്തികൾ കണ്ടോ ഗേസ്. അത് തിരയുടെ ശക്തിയൊക്കെ. എന്തായാലും ഗേസ് നമുക്ക് കടലിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല ഗേസ്. അത്രയ്ക്കുള്ള രീതിയിലാണ് ഗേസ് തിര അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടോ എന്ന് നോക്കാം ഗേസ്. പക്ഷേ ആ കടലിൻ്റെ അടിയിൽ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു ഗേസ്. അതുകൊണ്ടായിരുന്നു നമുക്ക് ഷിൻജാനും പിഞ്ചാനും കണ്ടുപിടിക്കുക എളുപ്പമായിരുന്നു ഗേസ്. അവർ ഏതോ ഒരു കെട്ടിടത്തിൻ്റെ മണ്ടിൽ നിൽക്കുന്നതാണ് ഗേസ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. ഇനിയിപ്പം എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് സുഹൃത്തുക്കളെ ഗേസ്. പിന്നെ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് അടിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോക്ക് ലൈക്കും കൂടെ അടിക്കുക ഗേസ്. എന്തായാലും നമുക്ക് നമ്മൾ ഷിൻജാനും പിഞ്ചാനും തപ്പാനുള്ള മാർഗ്ഗം കണ്ടുപിടിക്കുക ഗേസ്. നമുക്ക് ഈ ഒരു ട്രക്ക് എടുത്ത് കണ്ടുപിടിക്കാൻ പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഗേസ്. പക്ഷേ ട്രക്ക് എടുത്ത് പോയാൽ എവിടെ എങ്ങും എത്തുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഗേസ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വല്ലതും പറ്റിയാൽ ഞാനും കൂടെ ചാവും ഗേസ്. എന്തായാലും നമുക്ക് അവരെ എങ്ങനെയൊക്കെ രക്ഷിക്കാം ഗേസ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ് ഗേസ്. എന്തായാലും ഞാൻ കടലിലോട്ട് പോകാനായിട്ട് പോവുകയാണ് ഗേസ്. കടലിലോട്ട് പോകുന്ന മുമ്പ് എന്തെങ്കിലുമൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വയ്ക്കുക, അല്ലെങ്കിൽ ഞാനും കൂടെ ചാവും ഗേസ്. നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു കടലിൻ്റെ അങ്ങോട്ട് എത്തണം ഗേസ്. എന്തായാലും ഞാൻ കടലിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ രാവിലെ തന്നെ എണീച്ച് ഇങ്ങനെ ഓടുവാണല്ലോ ഗേസ്. എന്ത് മഴയാണ് ഗേസ്. എങ്ങനെയെങ്കിലും കടലിൻ്റെ അടിയിൽ പോയി നമുക്ക് ആ ഒരു ഹെലികോപ്റ്റർ എടുക്കണം ഗേസ്. നമ്മളെ ഹെലികോപ്റ്റർ കടലിൻ്റെ അടിയിലായി പോയി ഗേസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയാലോ ഗേസ്. എനിക്ക് പേടിയാവുന്നുണ്ട് ഗേസ്. അതിൻ്റെ ഇടയ്ക്ക് ആരോടാ കിടന്ന് വിളിക്കുന്നേ? ഹലോ, എന്താണ്? ഹലോ ഫാർലിൻ, നമ്മളെ ഷിൻജാനും പിഞ്ചാനും പെട്ടെന്ന് രക്ഷിക്കും ഫാർലിൻ, അല്ലെങ്കിൽ അവർ ചത്തുപോകും ഫാർലിൻ. പെട്ടെന്ന് രക്ഷിക്കും ഫാർലിൻ. എൻ്റെ പൊന്നു ബ്രോ, ഞാൻ ഷിൻജാനും പിഞ്ചാനും രക്ഷിക്കാനുള്ള തിരക്കിലാണ് ബ്രോ. ഒന്ന് വെച്ചിട്ട് പോകൂ ഗേസ്. ഷിൻജാനും പിഞ്ചാനും അപകടത്തിലാണെന്നാണ് ഗേസ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഗേസ് നമുക്ക് അവരെ രക്ഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാൻ നോക്കാം ഗേസ്. ഞാൻ എന്തോ ചെയ്യാനാണ് ഗേസ് ഈ ഒരു പെരും മഴയത്ത് ഗേസ്. ആരും സഹായിക്കാൻ പോലുമില്ല ഗേസ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഗേസ് എന്ത് ശക്തിക്കാണ് ഈ ഒരു കടൽ വന്ന് അടിക്കണതെന്ന് ഗേസ്. ഇനിയിപ്പോൾ എന്തിട്ട് ചെയ്യാനാണ് ഗേസ്. ഇനി ഗേസ് നമുക്ക് രണ്ടും കൽപ്പിച്ച് കടലിലോട്ടങ്ങ് ഇറങ്ങാം ഗേസ്. എന്നിട്ട് നമുക്ക് ആ ഒരു ഹെലികോപ്റ്ററും എടുക്കാം. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല ഗേസ്. എന്തായാലും ഞാൻ കടലിലോട്ട് ഓടുകയാണ് ഗേസ്. എന്തായാലും നമുക്ക് ആ ഒരു ഹെലികോപ്റ്റർ കിട്ടുമെന്ന് നോക്കാം ഗേസ്. ഹെലികോപ്റ്ററാണ് ഈ ഒരു പൊസിഷനിലാണ് ഗേസ് ഉള്ളത്. നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഗേസ്. ഇതിപ്പം ഭയങ്കര റിസ്ക് ആണല്ലോ ഗേസ്. മഴയാണെങ്കിൽ ഒന്ന് തോരണേ ഇല്ല ഗേസ്. ഞാൻ എന്തായാലും കടലിൽ ചാടിയിട്ടുണ്ട് ഗേസ്. നമ്മൾ ഹെലികോപ്റ്റർ കിടക്കണം ഗേസ്. എന്തായാലും നമുക്ക് ഇത് എടുക്കാൻ പറ്റുമോ നോക്കാം ഗേസ്. ഇത് വെള്ളത്തിൽ മുങ്ങി നശിച്ചെന്നാണ് ഗേസ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിപ്പോൾ എടുക്കാൻ പറ്റുമോ എന്തോ. എടുക്കാൻ പറ്റിയാൽ നമ്മൾ ഷിൻജാനും പിഞ്ചാനും നമുക്ക് രക്ഷിക്കാൻ പറ്റും. എടുക്കാൻ പറ്റില്ലെങ്കിൽ വീണ്ടും റിസ്ക്കാണ് ഗേസ്. ഇതിപ്പോൾ എന്തോ ചെയ്യാനാണ് ഗേസ്. ഇതൊന്നും പൊക്കാൻ പോലും പറ്റില്ലല്ലോ ഗേസ്. ഇതിൻ്റെ അകത്ത് പോലും കയറാൻ പറ്റില്ല ഗേസ്. ഈ പ്ലാൻ സക്സസ്ഫുള്ളി വലിച്ചു ഗേസ്. എന്തായാലും നമുക്ക് ഹെലികോപ്റ്റർ എടുത്ത് ഷിൻജാനും പിഞ്ചാനെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗേസ്. നമുക്ക് എന്തായാലും വേറെ വല്ല വഴി ഉണ്ടോ നോക്കാം ഗേസ്. നമുക്ക് നമ്മളെ കാർ എടുത്ത് എങ്ങനെയെങ്കിലും ഷിൻജാനും പിഞ്ചാനെ രക്ഷിക്കാൻ നോക്കാം ഗേസ്. നമുക്ക് കാർ എടുത്താലും രക്ഷിക്കാൻ പറ്റില്ല ഗേസ്. വെള്ളത്തിൻ്റെ ഏതോ അടിയിലാണ് ഗേസ് നമ്മൾ ഷിൻജാനും പിഞ്ചാനും ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ട് വേണ്ടി വരും ഗേസ്. നമുക്ക് എന്തായാലും ബോട്ട് ഒപ്പിക്കാനുള്ള വല്ല വഴി ഉണ്ടോ നോക്കാം ഗേസ്. എന്തായാലും ഞാൻ ബോട്ട് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കൾ. നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി കയറി എങ്ങോട്ടെങ്കിലും പോവാം ഗേസ്. എന്തോ ചെയ്യാനാണ് ഗേസ്. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിക്കുന്നത് അവരെ കാണാത്തതുകൊണ്ട് ഗേസ്. നമുക്ക് എന്തായാലും അവരെ രക്ഷിക്കാനുള്ള മുഴുവൻ എന്തിനാണ് കിടന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഗേസ്. ആ ഒരു ഏരിയയിലല്ലോ നിങ്ങൾക്ക് ഷിൻജാനും പിഞ്ചാനും കാണാൻ പറ്റുന്നുണ്ടോ ഗേസ്? എനിക്ക് തോന്നുന്നു ഗേസ് ഈ ഒരു ഏരിയയിൽ എവിടെയോ നമ്മളെ ഷിൻജാനും പിഞ്ചാനും ഉണ്ടെന്നാണ് ഗേസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം ഗേസ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി പോകാം ഗേസ്. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കാറ് കിട്ടിയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ബോട്ട് സംഘടിപ്പിക്കാമായിരുന്നു ഗേസ്. നമുക്ക് എന്തായാലും ഒരു ബോട്ട് കിട്ടുമെന്ന് എന്തായാലും നമുക്ക് നോക്കാം ഗേസ്. നമുക്ക് ഓടി എങ്ങോട്ടെങ്കിലൊക്കെ പോവാം. ഈ മഴയത്ത് ആരും രക്ഷിക്കാൻ പോലും ഇല്ലല്ലോ ഗേസ്. ഏതെങ്കിലുമൊക്കെ മതിലും കുടിലൊക്കെ ചാടി ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ നമുക്കൊരു ബോട്ട് കിട്ടണം ഗേസ്. നമുക്ക് എന്തായാലും നമുക്കൊരു ബോട്ട് ഒപ്പിക്കാനായിട്ട് പോകാം ഗേസ്. നമുക്ക്
ഇവിടെയൊന്നും ആരുമില്ല കേസ്, ആരുമില്ല കേസ്, എല്ലാവരും വീട് അടച്ച് പൂട്ടി അകത്ത് പെറ്റിരിക്കുകയാണ് കേസ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്കൊരു കാർ കിട്ടിയിട്ടുണ്ട് കേസ്. നമുക്ക് എന്തായാലും കേസ് ഇനി ഒരു കാറിൽ പോയി നമ്മളെ ഷിൻചാനും പിഞ്ചാനും തിരക്കാം കേസ്. എന്തായാലും കേസ് ഞാൻ ഒരു സിറ്റി മുഴുവൻ പോയി നോക്കിയിട്ടുണ്ട്, പക്ഷേ എങ്ങും ഷിൻചാനും പിഞ്ചാനും കാണാനില്ല കേസ്. ഇനി എന്തായാലും കേസ് നമുക്ക് ഒരു വഴിയുള്ള കേസ്, നമുക്കൊരു ബോട്ട് സെറ്റാക്കണം കേസ്. നമുക്ക് ബോട്ടും കൂടെ സെറ്റാക്കിയാൽ മാത്രമേ നമ്മളെ ഷിൻചാനും പിഞ്ചാനും രക്ഷിക്കാൻ പറ്റുള്ളൂ കേസ്. എന്തായാലും നമുക്ക് ബോട്ടുള്ള ഏതെങ്കിലും ഏരിയയിലോട്ട് പോകാം. പക്ഷേ വണ്ടി എന്തും വലിക്കല്ല കേസ്, എന്ന് പറഞ്ഞാൽ മഴ കൊണ്ട് മുഴുവൻ തെറ്റിക്കിടക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് എങ്ങനെയും നോക്കാം ഗെയ്സ്. അങ്ങനെ ഞാൻ ഓടി ഓടി ബോട്ടുള്ളൊരു വീട്ടിലെത്തിയിട്ടുണ്ട് ഗെയ്സ്. നമുക്ക് എന്തായാലും ഈ ഒരു ബോട്ടും പൊക്കി പിടിച്ചുകൊണ്ട് നമുക്ക് നേരെ കടലിലോട്ട് പോയി നമ്മളെ ഷിൻചാനും പിഞ്ചാനും രക്ഷിക്കാം ഗെയ്സ്. നമുക്ക് ഷിൻചാനും പിഞ്ചാനും ഉള്ളത് ഇപ്പോൾ ഒരു ഹോട്ടലിലാണ് ഗെയ്സ്. ആ ഒരു ഹോട്ടൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി ഗെയ്സ്. എന്തായാലും അവരെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ബോട്ട് വേണം ഗെയ്സ്. എന്തായാലും നമുക്ക് ഈ ഒരു ബോട്ട് എങ്ങനെയെങ്കിലും ഒരു കാർ കയറ്റിക്കൊണ്ട് നമുക്ക് പോകാം ഗെയ്സ്. ഗെയ്സ് ഞാനൊരു ബോട്ട് എടുത്ത് കാറിൻ്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും നമുക്ക് ഇതും എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കടലിലോട്ട് പോകാം ഗെയ്സ്. സംഭവം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ തെന്നി കിടക്കുകയാണ് സുഹൃത്തുക്കൾ. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യണ കാര്യം ഭയങ്കര പാടാണ് ഗെയ്സ്. നമുക്ക് പെട്ടെന്നൊന്നും പോകാനായിട്ട് പറ്റത്തില്ല, നമുക്ക് പതുക്കെ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഗെയ്സ്. ആ ഒരു സമയം കൊണ്ട് ഷിൻചാനും പിഞ്ചാനും ഒന്നും പറ്റാതെ ഇരുന്നാൽ മതിയായിരുന്നു ഗെയ്സ്. ഇപ്പോൾ നമ്മൾ പിഞ്ചാനുള്ള ഒരു ഏരിയയിലോട്ട് എത്തിയെന്നാണ് ഗെയ്സ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. ഈ ഒരു ഏരിയയിലൂടെ നമ്മളെ പിഞ്ചാനോ ഷിൻചാനോ ഉണ്ട് ഗെയ്സ്. എന്തായാലും ഗെയ്സ് നമുക്ക് മുഴുവൻ കറങ്ങി നോക്കാം ഗെയ്സ്. ഈ ഒരു മഴയത്ത് ബോട്ട് ഓട്ടിക്കുന്ന കാര്യം ഭയങ്കര റിസ്ക് തന്നെയാണ് ഗെയ്സ്. ചിലപ്പോൾ ഞാൻ തന്നെ ചാവാനുള്ള ചാൻസ് എല്ലാം ഉണ്ട് ഗെയ്സ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ എവിടെയോ നമ്മൾ ഷിൻചാനോ പിഞ്ചാനോ ഒളിച്ചിരിപ്പുണ്ട് ഗെയ്സ്. എന്തായാലും നമുക്ക് അവരെ രക്ഷിക്കാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടാകും നോക്കാം ഗെയ്സ്. ഞാൻ എന്തായാലും മുഴുവൻ കറങ്ങി നോക്കുകയാണ് സുഹൃത്തുക്കളെ. ഷിൻചാൻ്റെയും പിഞ്ചാൻ്റെയും ഒരു തുരുമ്പ് പോലും ഇല്ല ഗെയ്സ്. എങ്ങനെയെങ്കിലും നമുക്ക് അവരെ നോക്കണം ഗെയ്സ്. ഈ ഒരു ഏരിയയിൽ എവിടെ നമ്മളെ ഷിൻചാനും പിഞ്ചാനും ഉണ്ട് ഗെയ്സ്. നമ്മളെ പിഞ്ചാനെ ഞാൻ കണ്ടിട്ടുണ്ട് ഗെയ്സ്. നമ്മളെ ഷിൻചാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് അടിക്കണം ഗെയ്സ്. നമ്മളെ പിഞ്ചാനെ നമുക്ക് എങ്ങനെയും രക്ഷിക്കാം ഗെയ്സ്. എടാ പിഞ്ചാനെ പെട്ടെന്ന് എടുത്ത് വണ്ടി ചാറാ. എൻ്റെ പൊന്ന് ഫാലനെണ്ണ, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നില്ലോ? എൻ്റെ പൊന്ന് ഫാലനെണ്ണ, നിങ്ങൾ ഈ ഒരു ബോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് അടുപ്പിക്കില്ല, ഒന്ന് ചാടട്ടെ. പെട്ടെന്ന് 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 എനിക്കാണെങ്കിൽ ആകെ തണുക്കുന്നുണ്ട് ഫാലനെണ്ണ. എൻ്റെ പൊന്നു പിഞ്ചാന് കാര്യമൊക്കെ പിന്നെ പറയാൻ. പിഞ്ചാനും ഒന്ന് പെട്ടെന്ന് വണ്ടി ചാടാം, നമുക്ക് ബാക്കി ഷിൻചാനൊക്കെ രക്ഷിക്കാനുള്ളതാണ്. അങ്ങനെ കേസ് നമ്മളെ പിഞ്ചാനെ ഒടുവി കിട്ടി കേസ്. ഇനി എന്തായാലും നമ്മളെ ഷിൻചാനും ലക്കിനെയും കിട്ടാനായിട്ടുണ്ട് കേസ്. എന്തായാലും നമുക്ക് ഇനി അവരെ പോയി തപ്പാം ഗൈസ്. അങ്ങനെ നമ്മൾ പോയപ്പോൾ നമ്മളെ ലക്കിനെയും കിട്ടിയിട്ടുണ്ട് കേസ്. ഒന്ന് ലക്കി ഒന്ന് പെട്ടെന്ന് വണ്ടിയിലോട്ടൊന്ന് ചാടി കയറുന്നു സമയമില്ല. ലക്കി ഒന്ന് കയറ് ഗേസ്. ലക്കിനെ നമുക്ക് പോയി ഒന്ന് രക്ഷിക്കാം ഗേസ്. ലക്കി ഇതിൻ്റെ അടിയിൽ പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലക്കിനെ കേസ് അങ്ങനെ ഫൈനലി കിട്ടിയിട്ടുണ്ട് കേസ്. അങ്ങനെ ലക്കിനെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട് അതിസാഹസ്യമായിട്ട് ഗേസ്. ലക്കി അങ്ങ് അടിയിൽ പോയിട്ടുണ്ട് കേസ്. എങ്ങനെയെങ്കിലും ലക്കിനെ ഞാൻ രക്ഷിച്ചെടുത്തു ഗേസ്. എൻ്റെ പൊന്നു ലക്കി ഒന്ന് പെട്ടെന്ന് കയറ് ഗേസ്. അങ്ങനെ ഞാൻ ലക്കിനെ രക്ഷിച്ചിട്ടുണ്ട് ഗേസ്. എന്തായാലും ഗേസ് നമ്മളെ ഷിൻചാനെ രക്ഷിക്കുന്ന വീഡിയോ എന്തായാലും ഗേസ് അടുത്ത വീഡിയോ കാണാം.